നമ്മൾ പറയാൻ പോകുന്ന റൂം നമ്പർ 36 ആണ്. ഇത് റൂം നമ്പർ ഇവരുടെ ഈ റൂം നമ്പർ 36ന്റെ അടുത്ത് തന്നെ വേറൊരു റൂമുണ്ട്, റൂം നമ്പർ 37. ഇത് 4 ഫ്രണ്ട്സാണ് താമസിക്കുന്നത്. റൂം നമ്പർ 36ന്റെ ഇപ്പുറത്ത് റൂം നമ്പർ 35 ഉണ്ട്. റൂം നമ്പർ 35ലും 4 ഫ്രണ്ട്സ് ഉണ്ട്. ഈ 4 ഫ്രണ്ട്സും ബെറ്റ് വെച്ചിട്ട് ഇത് പറഞ്ഞ ആ റൂം നമ്പർ 36 തുറന്നിട്ട് പോകാൻ പറയും. അങ്ങനെ രണ്ട് പേര് പോയിട്ടോ. അവരുടെ കഥാപാത്രം നമുക്ക് നീയാന്നും ലയാന്നും വിളിക്കാം. അപ്പോൾ അവരിങ്ങനെ റൂം നമ്പർ 36 ഇങ്ങനെ തുറന്നു പോയപ്പോൾ പെട്ടെന്ന് ഒരു പാത്രം നിലത്ത് വീണപ്പോൾ അവരിങ്ങനെ പേടിച്ചു കേട്ടോ. അങ്ങനെ എന്നിട്ട് ഇവരിങ്ങനെ പേടിച്ചിട്ട് അവരുടെ റൂമിൽ തന്നെ പോയിട്ടോ. റൂമിൽ പോയിട്ട് ഈ 4 പേരും പുറത്തിറങ്ങാൻ പേടിച്ചിട്ട് അവരുടെ റൂം നമ്പർ 37 ബെഡൊക്കെ നിരത്തിയിട്ട് ഒരു വലിയ ബെഡാക്കിയിട്ട് അവർ കിടന്നു. പുതപ്പിട്ടിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ കിടന്നു. പെട്ടെന്ന് ആരാണ്ട് ഇങ്ങനെ വാതിലിങ്ങനെ കൊട്ടിയിട്ട് പേടിച്ചിട്ട് പോയി തുറന്നു. 8 പേരും. അങ്ങനെ പെട്ടെന്ന് താഴത്തൊരു കത്ത് വന്ന് അതിലിങ്ങനെ എഴുതിയേക്കണായിരുന്നു, ഇതിൽ എൻ്റെ റൂമിൽ കയറിയ 2 പേര് നാളെ ഇതേ സമയം നിങ്ങൾ ആ റൂമിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരുടെ റൂമിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് അവരുടെ സ്വഭാവമൊക്കെ ആകെ മാറിയിട്ട് അവർ നല്ലോണം പഠിക്കാൻ തുടങ്ങി. ഉറക്കമില്ലാണ്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ എക്സാമിന് 2 പേരും ഫുൾ മാർക്കിൽ ജയിച്ചു. അങ്ങനെ വേറൊരു ദിവസം ഇവർ 8 പേരും പോയിട്ടാ. ഇവർ 8 പേരും പോയപ്പോൾ എന്താണ്, ഇവർ 8 പേരുടെ സ്വഭാവമൊക്കെ ആകെ മാറിയിട്ട് 8 പേരും നല്ലോണം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ 8 പേരും ക്ലാസ് ടോപ്പറായി. അങ്ങനെ ഈ ആ റൂമിലെ പ്രേതത്തിൻ്റെ ഇതറിയാൻ വേണ്ടി പഴയ 3 വർഷം മുന്നത്തെ രജിസ്റ്റർ ബുക്ക് നോക്കി. അതിനകത്ത് പേര് ഗൗരി എന്നായിരുന്നു. ആ പെൺകൊച്ച് നല്ലോണം പഠിക്കുമായിരുന്നു. അങ്ങനെ ആ കൊച്ച് ഒരു ദിവസം അങ്ങനെ പഠിച്ച് റൂമിൽ 8ാം നിലയിൽ നിലത്ത് വീണ് ഡെഡായി പോയിട്ടാണ്. അങ്ങനെ ആ പ്രേതം ആ റൂമിൽ തന്നെ ഉണ്ട്. എന്നിട്ട് അവിടുത്തെ വാർഡൻ ആ റൂം പൂട്ടിയിട്ട് എന്നിട്ട് ഇവർ 2 പേരും കുറേ ബാബേനെയും പള്ളിയിലെ അച്ഛനെയൊക്കെ വിളിച്ചിട്ട് ആ പ്രേതത്തിനെ ഒഴിക്കാൻ നോക്കി. പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ ഈ പ്രേതമൊക്കെ ആ റൂമിൽ നിന്ന് പോയപ്പോൾ ആ റൂം പഴയ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. പിള്ളേരൊക്കെ വന്ന് താമസിക്കാൻ തുടങ്ങി. ഇത്രേ അറിയത്തുള്ളൂ.